ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ ബാത്റൂം ടോയ്ലറ്റ് ഒക്കെ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഫ്രഷ് ആയിട്ടും ക്ലീൻ ആയിട്ടും വെക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടോയ്ലറ്റ് ക്ലീനിങ്ങിൻ്റെയും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ വെക്കുക എന്നുള്ളത് ഒരു റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെല്ലാവരുടെയും വീടുകളിലെ ടോയ്ലറ്റ് ഒക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് നമ്മൾക്ക് നല്ല ടൈം എടുക്കുന്ന എഫേർട്ട് എടുക്കുന്ന ഒരു പണിയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ടോയ്ലറ്റ് ഒക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം നാച്ചുറലായിട്ട് ചിലപ്പം വെള്ളത്തിന്റെ കുഴപ്പം കൊണ്ടാകാം നമ്മൾ ഉപയോഗിക്കുന്നത് വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ എന്തായാലും അത് ചീത്തയായി പോകും. എപ്പോഴും നല്ലപോലെ നീറ്റായും ക്ലീൻ ആയിട്ടൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം എന്തായാലും സ്പെൻഡ് ചെയ്യണം. ഡെയിലി ബേസിസ് തന്നെ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒക്കെ ചെയ്തെങ്കിൽ അത് നല്ല നീറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുക്കുകയും വേണം. അപ്പൊ നമ്മളൊക്കെ സാധാരണ ബാത്റൂമുകളൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസവും വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ 2 ദിവസം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യുന്നവരുണ്ട്. എങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ടൈം എടുത്ത് നമ്മുടെ മറ്റു ജോലികൾക്കിടയിൽ നല്ലപോലെ സമയം കണ്ടെത്തേണ്ട ഒരു പണി തന്നെയാണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ടോയ്ലറ്റ് ഒക്കെ നല്ല ക്ലീൻ ആണെന്നുള്ളത്. അത് നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വന്നാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡും കുട്ടികളൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രം നല്ല നീറ്റാണ്, ടോയ്ലറ്റ് നല്ല ക്ലീൻ ആയിട്ടാണെന്ന് അവരും കൂടി പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ തോന്നുമ്പോൾ നമുക്കും ഒരു സന്തോഷം വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വലിയ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും തോന്നുന്നില്ല. ഒരു പോയാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ എഫേർട്ട് ഉണ്ട്. ഈസി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. എൻ്റെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പൊ ഞാനിവിടെ ലെക്സിന്റെ ഒരു സോപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മാസ്ക്, നമ്മളിപ്പോൾ എത്രയോ നാളായിട്ട് മാസ്ക് ഉപയോഗിക്കുന്ന എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സാധനമാണല്ലോ ഇത്തരം മാസ്കുകൾ. ഇപ്പൊ കോവിഡിന് ശേഷം നമ്മൾ മാസ്ക് നമ്മുടെ വീട്ടിൽ സ്ഥിരം നമ്മൾ സ്റ്റോർ ചെയ്യുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അല്ലെ, നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നാലും ഇല്ലെങ്കിൽ നമ്മൾ ഒരു മാസ്കിൽ നമ്മൾ കരുതി വെക്കും. കാരണം നമുക്ക് എപ്പോഴാണ് ആവശ്യം വരണമെന്ന് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു മാസ്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം. അപ്പൊ കട്ട് ചെയ്തെടുക്കണിട്ട് ഒരു സൈഡ്, 2 സൈഡുള്ളതിൽ ഒരു സൈഡാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തൊരു ഇതുപോലെ ഒരു കമ്പി പോലെ കണ്ടു, ഇതുപോലെ ഒരു ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു വള്ളി പോലെ, നാട പോലെ എന്നൊക്കെ പറയാം, അതുണ്ട് കേട്ടോ. ഒരു കമ്പിയുണ്ട്, അതിനകത്തൊരു ചെറിയൊരു കമ്പിയുണ്ട്, അതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഒരു ടിഷ്യൂ പേപ്പർ പോലെ ഒരു കോട്ടിങ്ങും കൂടി ഉണ്ട്. അപ്പൊ ആ ടിഷ്യൂ പേപ്പർ പോലുള്ള കോട്ടിങ് നമ്മൾ അതിനകത്ത് നിന്ന് ഊരിയെടുക്കണം കേട്ടോ. അതെനിക്ക് തോന്നുന്നത് മാസ്കിനകത്ത് നമ്മുടെ ഈ അകത്തോട്ട് ചെല്ലുന്ന ഇതൊക്കെ തടഞ്ഞു വെക്കാൻ രീതിയിലൊരു ഫിൽറ്റർ ടൈപ്പിലുള്ളൊരു കവറാണത്. അത് ഈസി ആയിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങോട്ട് പുറത്തോട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, നല്ല എളുപ്പത്തിൽ തന്നെ അത് ഊരിയെടുക്കാൻ പറ്റും. അതെന്തിനാ ഊരിയെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്തുള്ള ശരിക്കും നല്ല ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളൊരു കവർ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. കാരണം ഇതുപോലെയാണ് നമ്മളിത് പൊളിച്ചെടുക്കുമ്പോൾ കാരണം ടിഷ്യൂ പേപ്പർ പോലെ ഇരിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഒരു കവർ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നൈസായിട്ടുള്ളൊരു കവർ പോലെയാണ്. അതുകൊണ്ടോ നമ്മുടെ കൈയൊക്കെ ശരിക്കും കാണാം അതിലൊത്തുകൂടി. ഇനി നമ്മൾ എടുത്തേക്കുന്നത് സോപ്പ്. ഇനി ഈ സോപ്പിനെ ഇപ്പൊ ഞാനിപ്പോ മൊത്തം സോപ്പ് ആണ് എടുത്ത് കാണിക്കണം. ഇങ്ങനെയല്ലാതെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിച്ച സോപ്പിന്റെ പീസുകൾ മിച്ചം വരും. അതൊക്കെ നമ്മൾ എടുത്ത് ഡസ്റ്റ്ബിനിൽ കളയാറാണ് ചെയ്യുന്നത് അല്ലെ. ഇനി അതൊന്നും അങ്ങനെ കളയണ്ട, അതൊക്കെ ഇങ്ങനെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഞാനിങ്ങനെ കുറച്ച് പീസസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ കാണിക്കുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനിപ്പോ ഈ സോപ്പിനെ കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ടേ. ഒന്ന് കട്ട് ചെയ്യാൻ പാടാണെങ്കിൽ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്താൽ പെട്ടെന്ന് കട്ടാകും കേട്ടോ. അപ്പൊ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ മൊത്തത്തിൽ ഇടുന്നുണ്ട്. ഇതിപ്പോ 2 ടോയ്ലറ്റിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ. 2 മാസ്ക് എടുത്തിട്ട് 2 ടോയ്ലറ്റിലായിട്ട് വേണം ഉപയോഗിക്കാം. അങ്ങനെയല്ല എങ്കിൽ പകുതി സോപ്പ് എടുത്തിട്ട് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോ മൊത്തം എടുത്തെങ്കിൽ ഇനി ഇത്രയും വേണമെന്നില്ല കേട്ടോ, ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഈ പീസാക്കിയ സോപ്പ് മൊത്തം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സാധനവും കൂടി ചേർക്കണം. നമ്മൾ അതിനുവേണ്ടി കോൾഗേറ്റിന്റെ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. കോൾഗേറ്റ് പേസ്റ്റ് കൊണ്ടുള്ള ക്ലീനിങ് എല്ലാവർക്കും ട്രൈ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ക്ലോസറ്റിലൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പല പ്രാവശ്യം ഹാർപ്പിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പോലും പോകാത്ത ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ട്, പ്രത്യേകിച്ച് യെല്ലോ സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കോൾഗേറ്റിന്റെ പേസ്റ്റ് നിങ്ങൾ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് നോക്കൂ, അത് വളരെ പെട്ടെന്ന് ക്ലീൻ ആയി പോകാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പേസ്റ്റും കൂടി നമ്മളിപ്പോൾ അതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ സോപ്പും ഈ പേസ്റ്റും കൂടി ഇതിനകത്ത് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നമുക്കിതിനെ ലോക്കാക്കി വെക്കണം.
അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു കമ്പി പോലത്തെ സാധനം നമ്മൾ അതിൽ നിന്ന് തന്നെ എടുത്തായിരുന്നില്ല, അത് തന്നെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് അതിനെ ടൈറ്റ് ആക്കി വെക്കണം. അതങ്ങനെ പിരിച്ചു വെക്കുമ്പോഴത്തേക്കും അത് സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. ഇത് ഈ രീതിയിൽ വേണം പിരിച്ചു വെക്കാൻ. ഇനി നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക് ആയിട്ടുള്ള ഇതുണ്ട് മറ്റേ സൈഡിലെ ആ ഒരു കെട്ടുന്ന സൈഡിൽ, അപ്പോൾ അത് രണ്ടും കൂടി ആയിട്ടാണ് ഇത് വർക്കാക്കണത്. ഇനി നമുക്കിതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ടോയ്ലറ്റിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് തുറന്നിട്ട്, അതിൻ്റെ ഫ്ലഷ് ടാങ്ക് ഉണ്ടല്ലോ, ആ ഫ്ലഷ് ടാങ്ക് തുറന്നിട്ട് നമ്മളിതിനകത്തോട്ട് വേണം ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സോപ്പിൻ്റെയും പേസ്റ്റിൻ്റെയും കൂടെയുള്ള മിക്സിൻ്റെയും ബാഗ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ആണ് ഇവിടെ പ്രസ് ചെയ്യുമ്പോഴാണ് വെള്ളം വരണത്. അപ്പം നമ്മൾ ഇവിടെ പ്രസ് ആക്കി വെച്ചിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് അതിനിടയിലായിട്ട് നമുക്ക് വേണം ഇത് അതിനകത്ത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ആ സൈഡിൽ വെക്കുവാണെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഇതിനിടയിൽ, ഇത് രണ്ടിൻ്റെയും കൂടി ഇടയിൽ നമുക്ക് ഇവിടെ വേണേലും വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്താൽ നമുക്കറിയാം ഇതിൽ കുറച്ച് സോപ്പ് ഇങ്ങനെ ഉണ്ടോ, അത് കഴിഞ്ഞ് നോക്കി തുറച്ച് കഴിയുമ്പോൾ കണ്ടോ അതിലിങ്ങനെ പത പോലെ നമുക്ക് ഈ സോപ്പും പേസ്റ്റും കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ കണ്ടോ, ഒന്നെങ്കിൽ ഇവിടെ ഏതെങ്കിലും പൊസിഷനിൽ നമുക്ക് ഇതിനൊന്ന് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം. ഇനി ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിന് അടച്ചു വെച്ചേക്കാം. കാരണം നമുക്ക് ഇതിനകത്ത് ഇനിയൊന്നും ചെയ്യാനില്ല, ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളിതിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ ഡോർ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മളിതിൻ്റെ ഫ്ലഷ് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഫ്ലഷ് ചെയ്യുമ്പോഴത്തേക്കും അകത്തുനിന്ന് സോപ്പും അതുപോലെ കോൾഗേറ്റിൻ്റെ മിക്സിൻ്റെയും കൂടി ഇഫക്റ്റ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം സോപ്പിൻ്റെ ആ നല്ലൊരു സ്മെല്ലും ഉണ്ടാകും, അതുപോലെ കോൾഗേറ്റിൻ്റെ സോപ്പിൻ്റെ ആ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഇഫക്റ്റും കൂടി ആയിട്ട് നമ്മുടെ ടോയ്ലറ്റ് ഏത് നേരവും ക്ലീൻ ആയിരിക്കും. അപ്പം നമുക്ക് ഡെയിലി ഇങ്ങനെ ഉരച്ച് കഴുകി വിഷമിക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ഫ്ലഷ് ചെയ്യുമ്പോഴും ആ സോപ്പിൻ്റെയും കോൾഗേറ്റിൻ്റെയും കൂടി മിക്സിന് വന്ന് നമുക്ക് നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് തരും. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു റൂം ഫ്രഷ്നർ ഉണ്ടാക്കുന്നതാണ്. ബാത്റൂമിലൊക്കെ ഫ്രഷ്നസ് തരത്തിൽ വളരെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രഷ്നറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ട്, കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. മറ്റേ കല്ലുപ്പ് വേണമെന്നില്ല, ഇല്ലാത്ത പൊടിയുപ്പാണെങ്കിലും എടുത്താൽ മതി. പിന്നെ വേണ്ട ഫാബ്രിക് ഫ്രഷ്നർ, ഞാനിവിടെ കംഫർട്ടാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നല്ല 2 ചില്ല് കുപ്പികൾ, ഇപ്പം ഞാനിപ്പോൾ ന്യൂട്രല്ലയുടെ ഒരു കുപ്പിയും പിന്നെ അതുപോലെ ഒരു മുളക് പൊടിയുടെ കുപ്പിയുമാണ് എടുത്തത്. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ഫാബ്രിക് ഫ്രഷ്നർ കംഫർട്ടും എടുത്തിട്ടുണ്ട്. അതിനുശേഷം മറ്റേ കുപ്പിയിലും അതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഗ്രാമ്പും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രാമ്പും കൂടി ചെല്ലുമ്പോഴാണ് ഇത് കൂടുതൽ അതിൻ്റെ മണം കൂടുതൽ എൻഹാൻസ് ആയിട്ട് വരണത്. അപ്പോൾ അതും കൂടി ഇട്ട് ഇത് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ അടപ്പ്, ഞാൻ ഓൾറെഡി ഈ കുപ്പിനകത്ത് ന്യൂട്രലയുടെ കുപ്പിയുടെ ബോട്ടിൽ ഞാനിങ്ങനെ ചൂടായിട്ട് കമ്പി വെച്ചിട്ടൊന്ന് കുത്തി തുളച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ. എന്നാലാണല്ലോ അതിങ്ങനെ പുറത്തേക്ക് മണം വരും. ഇതുപോലെ തുളച്ചിട്ടുണ്ട്. അതിന് വീഡിയോ കാണിച്ചില്ല, കാരണം വീട്ടോട്ടിൽ എന്ത് കൂടി പോയതുകൊണ്ട് ഇതുപോലെ തുളച്ചെടുത്താൽ മതി. പിന്നെ ഈ കുപ്പിയുടെ അടപ്പിന് ഓൾറെഡി ഇതുപോലെ തുളയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തത്. അപ്പോൾ ആ 2 കുപ്പിയിൽ ഞാൻ ഇതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എവിടെയെങ്കിലും നമ്മുടെ ബാത്റൂമിനകത്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയറി വരുന്ന വിസിറ്റേഴ്സ് റൂമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഷോക്കേസ് ഒക്കെ ഇല്ല, അതിനകത്ത് ഇങ്ങനെ ഇതുപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു റൂം ഫ്രഷ്നറാണ്. ഇനി അടുത്തത് കാണിക്കുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. നമ്മൾ നേരത്തെ എടുത്ത ആ സോപ്പിന്റെ കവറൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ സോപ്പ് കവറൊക്കെ നമ്മൾ ഡസ്റ്റ്ബിന്നിൽ കളയും. അതിന് പകരം നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന അൽമാരകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഡ്രസ്സയിലൊക്കെ ഇതിന്റെ മണം കിട്ടും. അപ്പോൾ ആ മണം വന്നിട്ട് അൽമാരയിൽ നല്ല മണം ഉണ്ടാവും, അതുപോലെ ഡ്രസ്സയിലും ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സോപ്പ് കവറൊക്കെ ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ ക്ലീനിങ് ടിപ്പൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ.